വി.ഡി. സതീശന്റെ എഫക്റ്റാണ് എക്സിറ്റ് പോളിൽ യു.ഡി.എഫിന് മേൽക്കൈ വന്നതെന്നും ആ എക്സിറ്റ് പോൾ ആണ് യു.ഡി.എഫ് ഇപ്പോൾ സെമി ഫൈനൽ വിജയത്തോടെ കടന്നത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് ആക്കുന്നതിന് പകരം വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവ് ആക്കിയിരുന്നുവെങ്കിൽ യു.ഡി.എഫ് അന്നേ അധികാരത്തിൽ വരുമായിരുന്നു. ഈ 10 വർഷത്തെ ഒരു ഗ്യാപ്പ് യു.ഡി.എഫിന് വരില്ലായിരുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വെറുതെ പ്രസ് മീറ്റുകൾ വിളിച്ചുകൂട്ടി ഒരു മീഡിയ മാനിയാക്കിയാണ് രമേശ് ചെന്നിത്തല നിന്നത്. ആവശ്യമുള്ള കാര്യത്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ജനങ്ങളുടെ മനസ്സിൽ ഇതെന്തൊരു പ്രതിപക്ഷ നേതാവാണ് എന്നൊരു ചിന്ത രമേശ് ചെന്നിത്തല ജനങ്ങളുടെ മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്തു. എന്നാൽ വി.ഡി. സതീശനാകട്ടെ പല കാര്യങ്ങളിലും രൂക്ഷമായി തന്നെ പ്രതികരിച്ചു. ആവശ്യമില്ലാതെ, അതായത് അനാവശ്യപരമായി ഒരു തരത്തിലുമുള്ള വാർത്താ സമ്മേളനം ഒന്നും തന്നെ വി.ഡി. സതീശന് വിളിച്ചു കൂട്ടിയില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. അതിന്റെ നേട്ടമാണ് പിണറായി ഭരണത്തിന് അന്ത്യം ജനങ്ങൾ കുറിച്ചതെന്നാണ് എക്സിറ്റ് പോൾ ഫലത്തിൽ സൂചിപ്പിക്കുന്നത്. 10 വർഷക്കാലം അധികാരത്തിന് പുറത്തുനിന്ന് യു.ഡി.എഫിന് ഭരണത്തിലേക്ക് എത്താമെന്ന പ്രതീക്ഷയാണ് ഇന്നലത്തോടെ എക്സിറ്റ് പോളുകൾ നൽകുന്നത്. വോട്ടെടുപ്പിന് ശേഷം നടത്തിയ സർവേകളുടെ ഫലം പുറത്തുവിട്ട ഒറ്റ ഏജൻസി പോലും എൽ.ഡി.എഫിന് ഭരണം ലഭിക്കുമെന്ന് പ്രവചിക്കാത്തതാണ് യു.ഡി.എഫിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. പുറത്തുവന്ന സർവേ ഫലങ്ങളിലെല്ലാം യു.ഡി.എഫ് കേവല ഭൂരിപക്ഷത്തിന് അപ്പുറം സീറ്റ് നേടുമെന്ന് പ്രവചിച്ചതും ഐക്യമുന്നണിക്ക് ആവേശം നൽകുന്നുണ്ട്. CPM നേതാക്കൾ അവകാശപ്പെടുന്നത് പോലെ എൽ.ഡി.എഫ് അധികാരത്തിലേക്ക് തിരിച്ചുവരുമെങ്കിൽ അതിന്റെ നേരിയ ഒരു സൂചനയെങ്കിലും എക്സിറ്റ് പോൾ സർവേയിൽ പ്രതിഫലിക്കേണ്ടതാണ്. പക്ഷെ ഒരൊറ്റ എക്സിറ്റ് പോളിലും എൽ.ഡി.എഫ് വീണ്ടും കേരളത്തിലേക്ക് വരുമെന്ന് അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വരുമെന്ന് ഒരു എക്സിറ്റ് പോളും പറയുന്നില്ല. അതുണ്ടാകാത്തതാണ് യു.ഡി.എഫ് ഭരണത്തിലേക്ക് എത്താനിടയുണ്ട് എന്നതിന്റെ ഏറ്റവും വിശ്വസനീയമായ തെളിവ്. 2021 എല്ലാ എക്സിറ്റ് പോൾ സർവേകളും എൽ.ഡി.എഫ് അധികാരത്തിൽ തുടരുമെന്നാണ് പ്രവചിച്ചത്. പിന്നീട് ഫലം വന്നപ്പോൾ അത് ശരിയാണെന്ന് വ്യക്തമാവുകയും ചെയ്തു. അതേ മാതൃകയിലുള്ള ഫലമായിരിക്കും മെയ് 4-ന് പുറത്തു വരാൻ പോകുന്നതെന്ന് ഉറപ്പിക്കാവുന്ന നിലയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തുവരുന്നത്. എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ട ഏജൻസികൾ എൽ.ഡി.എഫിന് ലഭിക്കുമെന്ന് പറയുന്ന പരമാവധി സീറ്റ് 69 ആണ്. PMark സർവേയാണ് എൽ.ഡി.എഫിന് 62 മുതൽ 69 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നത്. CNN വോട്ട് വൈബും പീപ്പിൾ ഇൻസെന്റും എൽ.ഡി.എഫിന് 58 മുതൽ 68 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. മറ്റുള്ള ഏജൻസികളെല്ലാം എൽ.ഡി.എഫിന് പരമാവധി 65 സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നേ ഉള്ളൂ. സീറ്റ് എണ്ണം 49ലേക്ക് ചുരുങ്ങുമെന്ന് ചില ഏജൻസികൾ പ്രവചിക്കുന്നുണ്ട്. ഈ എക്സിറ്റ് പോൾ ഫലത്തിലെല്ലാം ഏജൻസികൾ പ്രവചിക്കുന്നത് ഇന്ന പാർട്ടിക്ക് 69 അല്ലെങ്കിൽ 70 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊരു ആക്ച്വൽ കണക്കല്ല, വ്യക്തമായ ഒരു കണക്കല്ല. അതിൽ ചെറുതരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാക്കാം. പക്ഷേ ഉറപ്പിച്ച് പറയുന്നുണ്ട് എൽ.ഡി.എഫ് മൂന്നാമതും കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തില്ല എന്ന് ഈ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാമാണ് യു.ഡി.എഫ് ക്യാമ്പിന് വലിയ രീതിയിൽ ആത്മവിശ്വാസം നൽകുന്നത്. എന്നാൽ സർവേകളെ അതിശയിപ്പിക്കുന്ന ഫലം വരുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ഇതിലെല്ലാം BJP ഒരിക്കലും അക്കൗണ്ട് തുറക്കില്ല എന്ന് എൽ.ഡി.എഫും യു.ഡി.എഫും പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം തെറ്റാണെന്ന് ഇന്നലത്തോടു കൂടി തന്നെ എക്സിറ്റ് പോളുകൾ തുറന്നു പറയണം. അത് BJP 3 സീറ്റുകൾ നേടും, അല്ലെങ്കിൽ 7 സീറ്റുകൾ നേടും, അല്ലെങ്കിൽ 10 സീറ്റുകൾ, പരമാവധി ഒരു 14 സീറ്റിന്റെ അകത്ത് വരെ BJP നേടുമെന്ന് ഉറപ്പായിട്ടും എക്സിറ്റ് പോൾ ഫലങ്ങൾ തറപ്പിച്ച് പറയുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലപ്രവചനം നടത്തിയ ഏജൻസികളിൽ ഏറ്റവും വിശ്വസ്തതയുള്ള ഒരു ഏജൻസിയാണ് ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ അവർ പറയുന്നത് യു.ഡി.എഫ് 78 മുതൽ 90 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതാണ് യു.ഡി.എഫിന്റെ പ്രതീക്ഷ ഏറെക്കുറെ ശക്തമായി കൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറം മുന്നണിക്ക് അനുകൂലമായി വലിയ തരംഗം തന്നെ ഉണ്ടായിട്ടുണ്ടെന്നും സീറ്റ് നേട്ടം 100ലേക്ക് എത്തുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആവിഷ്കരിച്ച പ്രചരണ തന്ത്രം പിഴച്ചുവെന്നാണ് പ്രാഥമികമായ സൂചന. മുന്നണിയെ നയിച്ച നേതാവിനോടുള്ള എതിർപ്പ് പരാജയത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം ഇടതു മുന്നണിയിൽ തലമുറ മാറ്റത്തിനും സമഗ്രമായ ഒരു അഴിച്ചുപണികൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാ ചുവടുകളും പിഴച്ച് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്കത്തട്ടിൽ ഏകനായി നിൽക്കുന്ന പിണറായിയാകും മെയ് 4-ന് കാണാൻ പോകുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. CPM-നുള്ളിലും സമാനമായ അഭിപ്രായങ്ങളും വിമർശനങ്ങളുമാണ് ഉയരുന്നത്. പിണറായിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട്
പിഴവാക്കുന്നു, അല്ലെങ്കിൽ പിണറായിയെ തന്നെ പിഴയ്ക്കുന്നു, അല്ലെങ്കിൽ പിണറായിയുടെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും കൊണ്ട് വയ്ക്കുന്നു എന്നതാണ് LDF-ൽ പിണറായി പക്ഷം തന്നെ പറയുന്നത്. പിണറായിയുടെ മാത്രം ചിത്രം വെച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് വച്ചത് വലിയ രീതിയിൽ തിരിച്ചടിയായി എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ പറയുന്നത്. മെയ് 4-ന് LDF പരാജയം ഏറ്റുവാങ്ങുമ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ അത് എല്ലാ കുറ്റവും പിണറായി വിജയന്റെ തലയിലേക്ക് തന്നെ കൊണ്ടുവയ്ക്കും. പിണറായി വിജയനാണ് കേരളത്തിൽ CPM-ന് ഭരണം നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണമായി മാറിയത് എന്ന് എല്ലാ CPM-ലെ നേതാക്കളും പിണറായിയുടെ ഇതിലേക്ക് വയ്ക്കും.